ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിലാണ്, ദുബായ് ഗ്ലോബൽ വില്ലേജിൽ. ഇതെൻ്റെ കുഞ്ഞിന് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു ദുബായിൽ വന്നിട്ട് ഗ്ലോബൽ വില്ലേജിൽ വരണം. ഞാൻ ഒത്തിരി ടി വിയിൽ കണ്ട് പണ്ടോട്ടുള്ള ആഗ്രഹമാണ്. ആൻഡ് ഫൈനലി വി ആർ ഹിയർ. ഞാൻ ഒറ്റയ്ക്കല്ല, ഫുൾ ഫാമിലി ഉണ്ട്. അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, കുട്ടികൾ, സുമു, മറിയ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. നമ്മളിന്ന് എത്തിയതേ ഉള്ളൂ. നമ്മൾ ഒമാനിൽ ഡ്രൈവ് ചെയ്താൽ വന്നത് ദുബായിൽ. ആൻഡ് ഇന്ന് നമ്മൾ പോയി ഗ്ലോബൽ വില്ലേജ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത്. സോ നമുക്ക് എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കാണിക്കാം. എനിവേ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പം നമ്മൾ അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. ഇവിടെ ഒത്തിരി വലിയ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പം ഇത്രയുമുള്ള ഏരിയയിൽ നമ്മളെവിടെയാണ് കാറിട്ടേക്കുന്നത് അത് അവർ കണ്ടുപിടിച്ച് അവിടെ അവർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മീൻ വെൽ ഞങ്ങൾക്ക് ലക്കി ഡ്രോയുടെ കൂപ്പൺ കിട്ടിയതൊക്കെ ഫില്ല് ചെയ്തിട്ടു. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ അവർ വരട്ടെ, വന്നിട്ട് ഒരുമിച്ച് കയറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിനകത്ത് എത്തിയിട്ട് പിന്നെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇറാൻ്റെ പവലിയനൊക്കെ കാണാം. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ്. ഒത്തിരി നാളത്തെ ആഗ്രഹം അല്ലേ അമ്മ? എൻ്റെ ഒരു നല്ല ഫോട്ടോ ഉണ്ട്. ഞാൻ കുറേ കാലം കൊണ്ടേയിരിക്കും. ദുബൈയിൽ പലവട്ടം രണ്ടോട്ടം വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും വന്നിട്ടില്ല. എല്ലാവരും എത്തി. കമോൺ കമോൺ. ഫസ്റ്റ് നമ്മളിത് ഇന്ത്യൻ പവലിയനിലെത്തി. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പം അമ്മ അച്ഛനൊക്കെ അവിടെ പിള്ളേർക്കൊക്കെ ആയിട്ട് ദോശ വാങ്ങുക, പിന്നെ കുറച്ച് ഇന്ത്യനും വാങ്ങുക. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നടന്നിട്ട് ഇവിടെ ടർക്ക് കബാബ് എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട്. അപ്പോൾ ഈ ടർക്കിഷ് ഇറാനി പവലിയൻസ് ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വന്ന് കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാം. കാരണം നമ്മൾ നേരെ വന്നുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്നും ആക്ച്വലി ഇന്ന് മര്യാദയ്ക്കൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചാൽ നമ്മൾ ആ ഒരു എനർജിയിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ഇവിടെ ചേട്ടന്മാർ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്നുള്ള കബാബായിരിക്കും അല്ലേ? അപ്പം ഇവിടെ നിന്നൊരു കബാബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അവർ ചൂട് കുബൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മട്ടൺ കബാബാണ് ഓർഡർ ചെയ്തത്. ഇതാണോ നമ്മുടെ സാൻഡ്വിച്ച്? ഇപ്പൊ ചേട്ടൻ നമ്മുടെ കബാബ് ഉണ്ടാക്കുവാണ്. നമ്മൾ മട്ടൺ കബാബ് ഓർഡർ ചെയ്തെന്നറിയാ കേട്ടോ. അല്ല, മട്ടൺ കബാബ് അല്ല, മട്ടൺ കബാബ് സാൻഡ്വിച്ച്. അത് കുബൂസ കാണുന്നില്ലേ? താങ്ക് യു. ഇതാണ് നമ്മുടെ കബാബ് സാൻഡ്വിച്ച്. ദോശക്കാരനപ്പുറത്ത്. നമ്മുടെ ദോശക്കാരെവിടെയാണ് എന്തോ. ബ്രോ പെട്ടെന്ന് തന്നെ ഉണ്ടായി. കമോൺ സമു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഓക്കെ. ടർക്ക് കബാബ്. ടർക്കിഷ് ഫ്ലേവർ ഉണ്ടോ? ചൂടില്ലല്ലോ. ചേച്ചി കമോൺ. ദോശ എങ്ങനെയുണ്ട് അമ്മ? താരം പാവ് ഭാജിയാണോ കഴിക്കുന്നേ? എങ്ങനെയുണ്ട് ചേച്ചി? കമോൺ. റൊട്ടി സൂപ്പർ. ചേട്ടനാണോ? നല്ല ആളുണ്ട്. അന്ന് എത്ര ആളാ? അതാദ്യം പിള്ളേർ.
ചൈനീസ് പവലിയനിലോട്ട് കയറി. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. നമ്മളിത് വാങ്ങി വീട്ടിൽ വെക്കാം. Yes, boss. Oh, together. Okay. നൈസ്. Okay, ma'am. എന്റെ കൈ പിടിച്ച് മസാജ് ചെയ്യുന്നേ. African? Shea butter with charcoal. Better in Africa. Hello, ladies and gentlemen. Boys and girls, are you ready for the show? ഒരു ഓയിൽ എന്റെ കൈ തേച്ച് Show. കണ്ടത്തേള. Thank you, ladies and gentlemen, for coming to the Where the lady? And in front of you is a very much good group of people with the Anagoma. എന്നെ കുളിപ്പിക്കും. ഞാൻ അവിടെ നിന്ന് ഒരു ബോഡി ഓയിലൊക്കെ വാങ്ങി. നല്ല രസം ഉണ്ടായിരുന്നു ആഫ്രിക്കൻ പവലിയൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ പേര് തടവി തന്നു. റെഡിയായോ? നമ്മുടെ മാങ്ങ എടുത്തോണ്ട് പോയി. വെറൈറ്റി ഡ്രിങ്ക്സ് ട്രൈ ചെയ്യാൻ പോവാ ജപ്പാനില്. ആ ബ്ലൂ കളർ എന്താ ഡ്യൂ? ഇതാ ലൈം ഫ്ലേവർ. ലൈമാ? ഡാർക്ക് ബ്ലൂ. വോൾട്ടേജ്. പല കളർ ഫാൻ്റെ വീണ്ടും. കേട്ടി മണപ്പിക്ക്. എന്തായി? എന്റെ ഒരു മൂക്കൂടെ തുടക്കമുണ്ട്. തരൂ. ആരൊക്കെയോ കഴിക്കുന്ന ഞാൻ കണ്ട്. മസിൽസ് കഴിക്കുന്ന മസിൽസ് ടേസ്റ്റ് ചെയ്യാം. ബാങ്കോക്ക് അല്ലേ? നല്ലതായിരിക്കും. കമോൺ. ഗ്ലോബൽ വില്ലേജ് വീഡിയോ ഒരുമാതിരി ഫുഡ് ബ്ലോഗ് കണക്കിരിക്കും. കമോൺ അറിയാം.
Spicy? It's spicy. Medium, not much. സ്പൈസസ് ഓക്കെ. നമ്മള് ഗ്രിൽഡ് മസിൽസ് വിത്ത് എന്തോ പറഞ്ഞു ചേട്ടാ. ഓ അതില് എന്റെ വയറുകളാണ്. അങ്ങനെ വായിലോട്ട് ചരിച്ച് തട്ടിയാൽ മതി. നല്ല ചൂടാണെന്ന് ഭയങ്കര കിട്ടില്ല. ചേച്ചി ട്രൈ ഞാൻ ട്രൈ ചെയ്യാം. തിരിച്ച് ഇപ്പൊ ഞങ്ങള് കഴിച്ച ഈ മസിൽസ് ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ലൊക്കേഷൻ. ഈ തായ്ലൻഡ് പവലിയന്റെ തൊട്ടടുത്ത് ബാങ്കോക്ക് മസിൽസ്. ഇവിടെ വന്നിട്ട് ഗ്രിൽഡ് മസിൽ വിത്ത് തായ് സോസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. രണ്ടാമത് കിടക്കുന്നത് ടു ഗുഡ്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ? മഞ്ഞ കളർ മാത്രമാണ് കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മള് ഫ്രൂട്ട്സിന്റെ സെക്ഷനിലെത്തി. ഇവിടെ വിവിധ ഇനം ഫ്രൂട്ട്. സ്ട്രോബെറി മാർഷ്മെല്ലോ വേണ്ടല്ലോ. അല്ല മാർഷ്മെല്ലോ വേണ്ട, എനിക്കിഷ്ടമല്ല. Only strawberry with chocolate. Anything else? No, not ice cream. Only strawberry. Ice cream. ഇല്ല, ഡ്രാഗൺ ഫ്രൂട്ട് ആണ് തൃശ. ഇതാണ് മാംഗോ വിത്ത് മാംഗോ ഐസ്ക്രീമാ. അയ്യോ അത് ഐസ്ക്രീമിന് മധുരമല്ല, ഫ്രഷ് മാംഗോ ടേസ്റ്റ്. ഇത് ഞങ്ങളില്ല, വരണില്ല. അതാണ് സ്ട്രോബെറി വിത്ത് ന്യൂട്ടല്ല. എങ്ങനെയുണ്ട് താര? നമ്മളിപ്പോ കൊറിയൻ പവലിയൻ, കൊറിയൻ സ്കിൻ കെയറിലോട്ടും കൊറിയൻ പവലിയനിലോട്ടും വന്നു. എൻ്റെ ജാക്കറ്റ് കണ്ടു, ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത്. കൊള്ളാമോ? ഞാൻ കൊള്ളാവുന്നുണ്ട് ഇപ്പൊ തന്നെ എടുത്തിട്ട്. അലുവ ഉണ്ടോ ഇവിടെ? ഇവിടെ എങ്ങനെ ഉണ്ടാവും? അത് ഒമാനി അലുവ, അത് കുങ്കുമപ്പൂവിന്റെ മണം. ഹാൻഡ് വർക്ക് ചെയ്യാല്ലേ? സിമ്പിളായിട്ട്. അത് സാധനത്തിന്റെ പേര്? കടയുടെ പേരാണ് എൻ്റെ. ഓ വാവ്. നമ്മൾ വീണ്ടും ഒരു ബോസ്നിയ ഹൗസിലെത്തി. ഇത് നമ്മുടെ UAE പവലിയന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഇതിന്റെ പേരെനിക്ക് വായിക്കാൻ ഒക്കുന്നില്ല കേട്ടോ. ബോസ്നിയ എനിക്കറിഞ്ഞൂടാ. ചേട്ടാ കിട്ടിയോ നോക്കട്ടെ. ഒതുങ്ങി വെച്ച കൈവിട്ടാ പോവും. ഫിംഗറിനെടുത്ത് കയറ്റി. ആയോ?
അത് കയ്യില് ചുറ്റി കൊടുക്കണേ. തരാ അവിടെ പിടിച്ചോട്ടെ സാർ. രണ്ടുപേരുടെ എൽസയാണോ? അമ്മുക്കുഞ്ഞ് നോക്കട്ടെ. ഓ ഹാപ്പി ആയോ? ആരാ വാങ്ങി തന്നെ? അമ്മുക്കുഞ്ഞല്ല, അമ്മയച്ഛനും. അച്ഛനും അമ്മയും. ഓക്കെ, താങ്ക് യു പറഞ്ഞു അച്ഛന്. കൊടുക്കൂല. ഹാപ്പി. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എന്താ ഈ ഗ്ലോബൽ വില്ലേജൊക്കെ കറങ്ങി നമ്മളിപ്പം ഇനി തിരിച്ചു പോവാറായി. ഫൈനലി നമ്മൾ ബലൂൺ വാങ്ങി. കൊച്ചിയിൽ ഞാനിങ്ങനെ ടി വിയിലൊക്കെ ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അതിലൊക്കെ ഈ ബലൂൺ കാണുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിലെ ഈ ബലൂൺ വാങ്ങാൻ. അങ്ങനെ ഫൈനലി ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം താരതൃശ്യൻ്റെ കൂടെ വന്നിട്ട് ഈ ബലൂൺ വാങ്ങി. ഐ എം വെരി ഹാപ്പി. കുഞ്ഞിലത്തെ ഒരു ആഗ്രഹം നടന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എനിവേ അത് സ്പെഷ്യലായത് ലൈക്ക് അത് അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും കൂടെ വരാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കുറേ അടിപൊളി വ്ളോഗുമായിട്ട് ദുബായിലെ ഇനിയും വിശേഷങ്ങളുണ്ട്. എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയും കുറേ കാര്യങ്ങൾ ദുബായിൽ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ എല്ലാവരെയും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ.